തോൽവിക്കും വിമർശനങ്ങൾക്കും പിന്നാലെ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായാണ് ആര്യ രാജേന്ദ്രൻ എത്തിയത്. അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്നോർത്ത് ഒട്ടും വിഷമിക്കണ്ട, ബാക്കി ഇവിടുന്ന് വാങ്ങും. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി. മേലുദ്യോഗസ്ഥന്മാരുടെ തെറി ഒരു വശത്ത്, ആളുകളുടെ കല്ലേറ് വേറൊരു വശത്ത്. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു നഗരത്തിന്റെ ചുമതല വെറും 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായത്. നീ ഒറ്റ ഒരുത്തിയല്ലേ ഇവിടെ ഇരുന്ന് അമ്പയെ പറഞ്ഞിളക്കി ഇത്രയാക്കി വെച്ചത്? ഇത് ഞാൻ എന്തിനു പറഞ്ഞെന്ന്? എന്നിൽ എന്ത് കഴിവുണ്ട് എന്ന് ഒരു പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണത്. നല്ല വാക്കുകൾ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പോലെ തന്നെ എപ്പോഴും ഒരു ക്രൈസിസ് വരുമ്പോൾ അഭിമാനമുള്ള മനുഷ്യനാണെങ്കിൽ എപ്പോഴും ആ ക്രൈസിസിനെ നേരിടാനാണ് എപ്പോഴും ശ്രമിക്കുക. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ് എന്ന് വെച്ച് കയ്യൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാൽ ഉള്ള വിലയും കൂടെ പോകത്തേ ഉള്ളൂ. പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. അതറിയാവുന്ന പഞ്ചായത്ത് ഭരണകക്ഷി അംഗങ്ങളുടെ കറുത്ത കരങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 30-30 വർഷമായി ഈ നാടിനെ ത്യാഗോജ്വലമായി സേവിക്കുന്ന എന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ പിടിക്കും. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടി എന്ന നിലയിൽ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നും എനിക്കറിയാം. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.